ഭയങ്കര ലാഗാ ഭയങ്കര ലാഗാ പടം. സ്റ്റോറി കുറെ വന്ന സാധനം തന്നെ. ആ സ്റ്റോറി അത്ര ഇതില്ല, പക്ഷെ ആവറേജ് എന്ന് പറയാൻ. തങ്കലാനാണ് പടം. കുഴപ്പമില്ല, പക്ഷെ ഭയങ്കര ലാഗാണ്. വേറെ തന്നെ ഒരു വെറൈറ്റി മേക്കിംഗ് ആണ്. അപ്പോൾ സ്റ്റോറി പുതുമ തന്നെയാണ്. നമ്മൾ പഴയ കോലാർ ഗോൾഡ് മൈനിങ് ഏരിയ ഉണ്ടല്ലോ, അപ്പോൾ അവിടെ എങ്ങനെയാണ് പഴയ സിസ്റ്റം ഗോൾഡ് എങ്ങനെയാണ് മൈൻ ചെയ്തെടുക്കുന്നത്, എങ്ങനെയാണ് മൈൻ ചെയ്യുന്നത്, ആ പഴയ ഒരു 1850 കാലഘട്ടത്തിലുള്ള സംഭവമാണ്. പക്ഷെ അതിൻ്റെ മേക്കിംഗ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയല്ല. എല്ലാവർക്കും നോട്ട് എവരി വൺ കപ്പ് ഓഫ് ടീ ആണ് സംഭവം. പാരഞ്ജിത്തിൻ്റെ തന്നെ വേറെ മേക്കിംഗ്. പിന്നെ പാർവതി വിക്രം രക്ഷയില്ല, ഗംഭീര പെർഫോമൻസ് ആണ്. പാർവതിക്ക് നല്ല സ്ക്രീൻ സ്പേസ് ഉണ്ട്. വിക്രം നാഷണൽ അവാർഡൊക്കെ കിട്ടുമായിരിക്കും, അങ്ങനത്തെ പെർഫോമൻസ് ആണ്. പക്ഷെ എല്ലാവർക്കും ഇഷ്ടാവില്ല. ഒരു തിയേറ്ററിൽ വിജയമാവുമോ എന്നുള്ളത് സംശയമാണ്. പക്ഷെ ക്രിട്ടിക്കലി നല്ല അഭിപ്രായം നേടി പോകാൻ ചാൻസ് ഉണ്ട്. ആ ഒരു റെക്കഗ്നൈസേഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. അതൊരു പടമാണ്. ഓക്കെ, നല്ല രസം. പിന്നല്ലാതെ അടിപൊളിയായിരുന്നു. വിക്രത്തിന്റെ അവിടെ സൂപ്പറാ, കഥയൊക്കെ അടിപൊളി. മാളവിക എല്ലാം അടിപൊളി. നല്ല സിനിമയാണ്. സ്റ്റോറി കൊള്ളാം, അത്യാവശ്യം നല്ല അഭിനയമൊക്കെ അടിപൊളി. വിക്രത്തിൻ്റെയും പാർവതിയുടെയൊക്കെ സൂപ്പർ. തിയേറ്റർ എക്സ്പീരിയൻസ് അവസാനമൊക്കെ വരുമ്പോൾ നല്ല, സെക്കൻഡ് ഹാഫൊക്കെ നല്ല തിയേറ്റർ എക്സ്പീരിയൻസ്. താങ്ക് യു. കൊള്ളാം. ആക്ടിങ്ങൊക്കെ അടിപൊളിയാണ്. മസ്റ്റ് വാച്ച് ആണ്. രഞ്ജിത്തിന്റെ അടിപൊളി സാധനമാണ്. എല്ലാം അടിപൊളിയാണ്, മസ്റ്റ് വാച്ച് ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. സ്റ്റോറി കുഴപ്പമില്ല, പക്ഷേ കുറച്ചുകൂടി ഒരു വൺ ടൈം വാച്ച്. വിക്രം പെർഫോമൻസ് നന്നായിട്ടുണ്ട്. വിക്രം അഭിനയം കൊള്ളാം, പക്ഷേ നെഗറ്റീവ് ആയതുകൊണ്ട് മേക്കിംഗ് ഈസ് ഓക്കെ, ബട്ട് സ്റ്റോറി അത്ര ഇതില്ല. പക്ഷെ ആവറേജ് എന്ന് പറയാൻ പറ്റും. വലിയ പെർഫോമൻസ് ഈസ് ഓക്കെ, ആക്ടിങ് ഒക്കെ ഓക്കെ, പക്ഷേ ഒരു ഇതില്ല, സ്റ്റോറിയിൽ ഒരു ഇത്. പടം കൊള്ളാം, മേക്കിംഗ് ഒക്കെ ഉഷാറായിട്ടുണ്ട്. സ്റ്റോറി കുഴപ്പമില്ല, പക്ഷെ കുറച്ച് ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗായി തോന്നി. പിന്നെ സെക്കൻഡ് ഹാഫ് കുഴപ്പമില്ല, ലാസ്റ്റിലേക്ക് കുഴപ്പമില്ല. പിന്നെ നല്ല നല്ല മേക്കിംഗ് ഒക്കെ, നല്ല മേക്കിംഗ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, മ്യൂസിക് കുറച്ച് ചില ടൈമിനൊക്കെ പോരാ, പക്ഷെ കുഴപ്പമില്ല. ലാസ്റ്റ് ടൈമൊക്കെ ഒന്ന് കുറച്ചൊരു ബൂംസ് അങ്ങനെ ആയിട്ടുണ്ട്. മൊത്തത്തിൽ കുഴപ്പമില്ല, ഒരു ആവറേജ് ഉണ്ട്, കണ്ടില്ല. പോരാ, ഭയങ്കര ലാഗാ പടം. സ്റ്റോറി കുറെ വന്ന സാധനം തന്നെ. പുതുമയൊന്നുമില്ല. വിക്രമിന്റെ അഭിനയൊക്കെ ഓവറായിട്ടൊന്നും തോന്നി. പാർവതി ഓവർ. വിക്രമിന്റെ അഭിനയം വലിയ കുഴപ്പമില്ല. പാർവതി വലിയ കുഴപ്പമില്ല. മറ്റേ മാളവിക മോഹൻ അവളാണ് ഓവർ. അടിപൊളിയാ. ചെയ്യാൻ വിക്രം അടിപൊളി അഭിനയിച്ചിരിക്കുന്നു. നല്ല പ്രൊഫസർ തന്നെ. ടോപ്പല്ലേ, ടോപ്പല്ലേ. തിയേറ്റർ കാണണോ? തിയേറ്ററിനെ കാണണം. വിക്രം അടിപൊളിയാ. സ്റ്റോറി പുതുമൊക്കെ ഉണ്ട്. നല്ല ട്രീറ്റ്മെന്റ് ഒക്കെ, നല്ല സിനിമ. നന്നായിട്ടുണ്ട്. VFX അറിയണേ ഇല്ല, അത്ര പെർഫെക്റ്റ് ആണ്. അടിപൊളി, സൂപ്പർ, നല്ല പെർഫോമൻസ്, നന്നായിട്ട്. സിനിമ നല്ലതാണ്. കുഴപ്പമില്ല. സ്റ്റോറി നല്ലതാണ്. സ്ക്രീൻ പ്ലേ, സ്ക്രിപ്റ്റ് സെക്കൻഡ് ഹാഫ് കുറച്ച് ബോറിംഗ് ആയിരിക്കും, ലാഗിങ് ആയിരുന്നു. പോസിറ്റീവ് പറയുകയാണെങ്കിൽ ഒരു വെറൈറ്റി ഒരു പടമാണ്. ലെങ്ത് ഉണ്ട്. ലാഗിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല, എന്നാലും കുഴപ്പമില്ല എന്ന് പറയാം. ഒരു വെറൈറ്റി കഥയാണ്. എല്ലാ ഓഡിയൻസിനും ഇഷ്ടപ്പെടുന്ന തരത്തിലാണ് സിനിമ. അതറിയില്ല.